ഒത്തിരിയധികം കിടിലം പ്രീമിയം കോമൺ അമ്യൂണിറ്റീസോടുകൂടി വരുന്ന ഈ ഒരു ഫ്ലാറ്റ് ടോട്ടലായിട്ട് 1200 സ്ക്വയർ ഫീറ്റിന് മേളിലുണ്ട്. ഇത് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിറ്റിയുടെ കഴക്കൂട്ടത്തെ ഒരു ഏറ്റവും മേജറായിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടത്തിന് സമീപം സൈനിക് സ്കൂളിനടുത്താണ്. കഴക്കൂട്ടത്ത് നിന്ന് ചന്തോളം പോകുന്ന വഴിക്ക് സൈനിക് സ്കൂളിന് തൊട്ട് മുന്നേ തന്നെ വലത്തോട്ടൊരു വഴി കാണാം. ആ വഴി കയറുമ്പം തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഹെദറിൻ്റെ ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയം കാണാൻ സാധിക്കും. അതിനകത്ത് 14th ഫ്ലോറിൽ, അതായത് 14AC എന്നാണ് നമ്മുടെ ഫ്ലാറ്റ് നമ്പർ വരുന്നത്. ഈ ഒരു ഫ്ലാറ്റ് വിൽക്കാനുണ്ട്. 2 BHK ആണ്. 1200 സ്ക്വയർ ഫീറ്റിന് മേളിൽ വരുന്ന 2 ബെഡ്റൂം ഫ്ലാറ്റ് ആണ്. ഫുൾ ഇൻറ്റീരിയർ വർക്ക്, അതുപോലെ തന്നെ ഹോം അപ്ലയൻസസ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത കണ്ടീഷനിലാണ് ഫ്ലാറ്റ് ഉള്ളത്. നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. കയറി വരുമ്പം തന്നെ നമ്മുടെ ഈ ഒരു സ്പേസ് കണ്ടോ, ഫോയർ, ആ ഒരു സ്പേസ് നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെയും ഈ സീലിങ്ങിലെല്ലാം വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. നമ്മുടെ ഈ ലിവിങ് സ്പേസിൽ തന്നെ AC ഇൻസ്റ്റാൾഡ് ആണ്. സോഫ എല്ലാം ഓൾറെഡി അവൈലബിൾ ആണ്. ഇനി ഇതൊന്നും നിങ്ങൾ വാങ്ങണ്ട, നിങ്ങൾ വന്നങ്ങ് താമസിച്ചാൽ മതി. TV വരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ്. നമ്മുടെ ഡൈനിങ് ടേബിൾ എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഈ ഭാഗത്ത് നമുക്കൊരു കബോർഡ് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇരുന്നൊരു വർക്ക് ടേബിളായിട്ടോ അല്ലെങ്കിൽ പിള്ളേർക്ക് ഒരു സ്റ്റഡി ഏരിയ ആയിട്ടോ ഈ സ്പേസ് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നമ്മുടെ ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ ഈ ഭാഗത്താണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിലെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ഏറ്റവും പ്രീമിയം മെറ്റീരിയൽസ് ആണ്. ഇത് വരുന്ന അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ വാഷ് ബേസിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ്. കിച്ചണിനകത്തും ഫുള്ളായിട്ട് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മളൊരു ഫ്ലാറ്റ് വാങ്ങുമ്പോഴത്തേക്കും, അതായത് പുതിയ ഫ്ലാറ്റ് വാങ്ങുമ്പോഴത്തേക്കും ഇതുപോലെ ഇൻറ്റീരിയർ ഒന്നും ഉണ്ടാകത്തില്ല, വെറും ചുമരായിരിക്കും ഉണ്ടാകും. നമ്മുടെ പല വീഡിയോസും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓണർ വാങ്ങി അദ്ദേഹം ഫുൾ ഇൻറ്റീരിയർ വർക്ക് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വാട്ടർ ഫിൽറ്റർ ആയാലും എല്ലാവിധ സംവിധാനങ്ങളും ചെയ്ത് നീറ്റാക്കിയിട്ടാണ് ഫ്ലാറ്റ് ഉള്ളത്. നിങ്ങൾ ഇനി ഇതിനകത്ത് ഒരു വർക്കും ചെയ്യേണ്ടി വരത്തില്ല. ഫേബറിൻ്റെ ഹോബും ചിമ്മിനിയും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഒരു സാംസങ്ങിൻ്റെ ഫ്രിഡ്ജ് ഉണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ വരും. അത് ബോഷിൻ്റെ ഒരു വാഷിംഗ് മെഷീൻ, ഇതെല്ലാം പുതിയതാണ്. എല്ലാം പുത്തൻ സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിയേ, സിങ്ക് എല്ലാം നമുക്ക് ഈ ഭാഗത്തും അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിസിബിലിറ്റി കിട്ടും. ഈ തൊട്ടടുത്തായിട്ട് കാണുന്ന ഈ ഒരു കാട് കണ്ടോ, അതായത് സൈനിക് സ്കൂളിൻ്റെ ഏകദേശം 100 ഏക്കർ വരുന്ന സ്ഥലമാണ്. അവിടെ ഒരു ഹെലികോപ്റ്ററൊക്കെ ഇരിക്കുന്നുണ്ടോ, അത് സൈനിക് സ്കൂളിനകത്ത് സ്ഥാപിച്ചിട്ടുള്ള ഒരു ഹെലികോപ്റ്ററാണ്. ഇതിങ്ങനെ ഈ ഒരു സൈനിക് സ്കൂളിൻ്റെ ഭാഗം ആയതുകൊണ്ട് തന്നെ ഇതിനകത്തിന് വേറെ ഫ്ലാറ്റുകളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. നമുക്ക് ഇവിടെ നിന്നൊരു വ്യൂ ഒരിക്കലും മറയത്തുമില്ല. നമ്മുടെ ഈ കോമൺ ഏരിയയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ബാൽക്കണിയിലേക്ക് ആക്സസ് ഉണ്ട്. ഇവിടെ കേർട്ടനെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഇതാണ് നമ്മുടെ കോമൺ ഏരിയയിൽ നിന്നുള്ള ബാൽക്കണി ആക്സസ്. ഈ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഈ രീതിയിലാണ് വരുന്നത്. ശരിക്കും അങ്ങേ അറ്റത്തും നമ്മൾ അപ്പുറത്തോട്ട് കാണുന്നത് കടലാണ് കേട്ടോ. കടലിങ്ങനെ നമുക്കൊരു ഇതായിട്ട് കാണാം. ഇപ്പോൾ പകൽ സമയം ആ ഒരു വെയിലടിക്കുന്നതിൻ്റെ ഇതുണ്ടാകും. നമുക്ക് കുറേ കൂടെ ഈവനിങ് ആകുമ്പോൾ കടൽ നല്ലതുപോലെ വിസിബിൾ ആവും. ഇവിടെ നിന്ന് നല്ല രസമാണ്, നല്ല പീസായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ കേട്ടോ ശരിക്കും. പക്ഷേ കഴക്കൂട്ടത്ത് നിന്ന് വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു പ്രീമിയം അപ്പാർട്ട്മെൻ്റ് ആണ് നമുക്ക് ഈ വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂംസാണ് നമുക്ക് ഈ ഒരു ഫ്ലാറ്റിന് വരുന്നത്. ഇതിനകത്ത് നമുക്ക് കട്ടിലെല്ലാം ഓൾറെഡി വാങ്ങിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മാട്രസൊക്കെ നോക്കിയേ, പെപ്സിൻ്റെ മാട്രസാണ് നമുക്ക് ഇതിനകത്തെല്ലാം വെച്ചിട്ടുള്ളത് കേട്ടോ. ആ രീതിയിൽ കൂടിയ മാട്രസാണ് ഇതിനകത്തെല്ലാം വാങ്ങിയിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നിങ്ങളിനി വേറെ ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. കബോർഡ് നോക്കിയേ, ഫുൾ കബോർഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ചുമര് ഫുള്ളായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിനാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു ബാൽക്കണി ആക്സസും വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ബാൽക്കണി ആക്സസ് ഉണ്ട്. AC എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഇതേപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് ഈ ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം വരുമ്പോഴത്തേക്കും ഈ ഗർഭിൻ്റെ ആണ്. ഈ ഫ്ലഷ് യൂണിറ്റ് വരുന്ന അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ ക്ലോസറ്റ് ആണ്. റോക്കയുടെ വാഷ് ബേസിനാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ എല്ലാം തന്നെ പ്രീമിയം മെറ്റീരിയൽസ് ആണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുക. നമ്മുടെ ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്നാണ് അടുത്തൊരു ബെഡ്റൂമിലേക്ക് എൻട്രി വരുന്നത്. ഇതും വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ എല്ലാം പ്രീമിയം ഫിറ്റിങ്സ് ആണ്. ഇതിനകത്തുള്ള ഹീറ്റർ അടക്കം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും വീട് വാങ്ങുക, വന്ന് താമസിക്കുക, ആ രീതിയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഈ എയർപോർട്ടിൽ നിന്നൊക്കെ വന്നിറങ്ങിയിട്ട് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനിൽ ഫ്ലാറ്റുകളൊക്കെ ഉണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മളെ തന്നെ വിളിച്ച് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചോ, നല്ലൊരു റേറ്റിന് സ്വന്തമാക്കാം. ഇത് വരുന്നത് ഈ ഒരു മാട്രസ് തന്നെ 60,000 രൂപയാണ്. അതുപോലെ തേക്കിൻതടിയിലുള്ള കട്ടിലാണ് നമുക്ക് ഇവിടെ വാങ്ങിയിട്ടിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കബോർഡ് തന്നെ കാണാൻ സാധിക്കും. നമുക്ക് സ്ലൈഡിങ് ഡോസാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥലം കൺസ്ട്രെയിനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇതിൽ AC എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ജനൽ നോക്കിയേ, ഈ ഒരു പ്രൊവിഷൻ ചെയ്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ഈ ജനൽ ചെയ്തത്. അതായത് ഇതിൻ്റെ ഓണർ ഒരു ഐഡിയപരമായിട്ട് ചെയ്തതാണ്. ഇഫ് ഇൻ കേസ് AC-യിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ ജനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് സുഖമായിട്ട് തുറക്കാൻ സാധിക്കും. ഇതിനെ മാത്രം നമ്മൾ ലോക്ക് ചെയ്തിട്ടിരുന്നാൽ മതിയാവും.
അപ്പോൾ അവിടെയും കേർട്ടൻസ് എല്ലാം ഇൻസ്റ്റാൾഡ് ആണ്. നല്ല കിടിലൊരു ഫ്ലാറ്റ്. നമുക്കിനി ഇതിൽ പറയാനുള്ളത് കൂടുതൽ ഇതിൻ്റെ കോമൺ അമ്യൂണിറ്റീസിനെ പറ്റിയാണ്. അതുകൂടെ കണ്ടിട്ട് വരാം. നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഏതൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് വന്നു, ഇതാണെങ്കിൽ ഒരു 1500 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 1200 സ്ക്വയർ ഫീറ്റ് അല്ലേ കിട്ടുള്ളൂ, ഇത് നമുക്കൊരു വീട് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്ഥലം കിട്ടുമല്ലോ. വീട് വെച്ച് കഴിഞ്ഞാൽ അതിന് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവില്ല, ജിം ഉണ്ടാവില്ല, അതുപോലെ തന്നെ മിനി തിയേറ്റർ, ഇൻഡോർ ഗെയിംസിനുള്ള ഏരിയ, പാർട്ടി ഏരിയ, ഇങ്ങനെ ഒത്തിരിയധികം കോമൺ അമ്യൂണിറ്റീസ് പ്രീമിയം രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള അമ്യൂണിറ്റീസ് വരുന്നുണ്ട്. അതുകൂടെ കണ്ടിട്ട് ഞാൻ വില പറഞ്ഞുതരാം. നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ട് മേളിലാണ്, അതായത് നമ്മുടെ സ്വന്തം എന്നോണം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമൺ ടെറസാണ്. ഈ സ്പേസ് നമുക്കൊരു പാർട്ടിയൊക്കെ നടത്താൻ വേണമെങ്കിൽ ആ രീതിയിൽ പ്രയോജനപ്പെടുത്താം. ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിരുന്ന് നമുക്ക് റിലാക്സ് ചെയ്യാം. ഇവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടാം, കഴക്കൂട്ടം ഫുള്ള് കാണാൻ പറ്റും. ആ രീതിയിലാണ് നമ്മുടെ ഈ ഒരു ടെറസ് ഉള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ സൈനിക് സ്കൂള്. ഇവിടെ തൊട്ടടുത്തായിട്ട് കാണാം. കാരണം സൈനിക് സ്കൂളിൻ്റെ ഒരു കോമ്പൗണ്ടിൻ്റെ ഇപ്പുറത്തായിട്ടാണ് നമ്മുടെ ഫ്ലാറ്റ് വരുന്നത്. ഹൈലി എക്യുപ്ഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ജിം ഫെസിലിറ്റിയാണ് നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ത്രെഡ്മില്ല് തന്നെ ഇതുപോലെ 2 എണ്ണം, നമുക്ക് ഇതുപോലുള്ള സൈക്കിൾസ്, അങ്ങനെ ഒത്തിരിയധികം സാധനങ്ങൾ ഇതിനകത്ത് കാണാൻ സാധിക്കും കേട്ടോ. ആ രീതിയിൽ ഒരു നമുക്ക് ശരിക്കും വേറെ ജിമ്മിലൊന്നും പോകണ്ട, ഇവിടെ തന്നെ നിങ്ങൾ വന്നാൽ മതിയാവും. ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ നിങ്ങളുടെ അടുത്ത് ഗസ്റ്റായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു ചെറിയൊരു ഹോം തിയേറ്ററാണ്. ഈ രീതിയിൽ നമ്മൾ ടോട്ടൽ 12 സീറ്റർ കപ്പാസിറ്റിയാണുള്ളത്. നേരത്തെ ഒന്ന് ബുക്ക് ചെയ്യണമെന്ന് മാത്രമേ, എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വേറെ കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ നമുക്കൊന്ന് ബുക്ക് ചെയ്യുക. ഇവിടെ വന്നിരുന്ന സിനിമ കാണാം. ഇതുപോലെ റിക്ലൈനർ സീറ്റൊക്കെ ആയിട്ട് അടിപൊളി ഒരു ഹോം തിയേറ്റർ നമ്മുടെ സ്വന്തം എന്നോണം നമുക്ക് ഉപയോഗിക്കാം. ജോലിക്ക് പോകുന്ന സമയത്ത് പിള്ളേരെ എവിടെ വിട്ടിട്ട് പോകുന്നുള്ള ചിന്തയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ടില്ല. നമുക്കിവിടെ ഡേ കെയർ ഫെസിലിറ്റി ഉണ്ട്. പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫെസിലിറ്റി ഇതിനകത്ത് തന്നെ അവൈലബിൾ ആണ്. നമുക്കിവിടെ ഒരു ടീമൊക്കെ സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് നമുക്ക് സ്നൂക്കറോ എന്ത് വേണമെങ്കിൽ കളിക്കാം. ഇനി കളിക്കാറുന്നില്ല, നമുക്ക് കൂടുതലാക്കണ്ടല്ലേ. ഇവിടെ സ്നൂക്കറിൻ്റെ ടേബിളുണ്ട്, ടേബിൾ ടെന്നീസിനുള്ളൊരു സംവിധാനമുണ്ട്. അല്ലാണ്ട് തന്നെ ഇൻഡോർ ഗെയിംസ് എല്ലാം ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ഈ റൂമിൽ കാണാൻ സാധിക്കും. സാധാരണ മിക്കവാറും ഫ്ലാറ്റുകൾ നമ്മൾ കാണുമ്പോഴത്തേക്കും റൂഫ് ടോപ്പിലാണ് സ്വിമ്മിംഗ് പൂൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ പൂൾ വരുന്നത്. കിഡ്സിന് തന്നെ വളരെ വലിയൊരു പൂൾ തന്നെ കാണാൻ സാധിക്കും. ഇത് നമ്മുടെ അഡൽസിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ വലിയൊരു പൂളാണ്. ഇത്രയും ലെങ്തിനുള്ള വലിയൊരു പൂളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സാധാരണഗതിയിൽ നിങ്ങൾ ഇതിനകത്തൊരു പുതിയ ഫ്ലാറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനി ഇതിനകത്ത് പുതിയ ഫ്ലാറ്റ് ഇല്ല, അതായത് 2 BHK എല്ലാം തന്നെ സോൾഡ് ഔട്ടാണ്. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 14th ഫ്ലോറൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് 6500 രൂപയാണ്. അത് വിത്തൗട്ട് ഇൻറ്റീരിയേഴ്സ് ആയിരിക്കും. അതിൻ്റെ കൂടെ നമ്മൾ എക്സസ് ആയിട്ട് പിന്നെ പാർക്കിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് അങ്ങനെയുള്ള എല്ലാ പേയ്മെൻറ്റും ചെയ്ത് ഇൻറ്റീരിയർ അടക്കമാണ് നമ്മൾ ഈ ഫ്ലാറ്റ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ഉദ്ദേശിക്കുന്ന വില 1,10,00,000 രൂപയാണ്. ഹെദറിൻ്റെ ഫേൺസ് എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റിനകത്താണ് നമ്മുടെ ഈ ഒരു സംശയമുള്ളത്. ആ ഒരു സംശയത്തിനകത്താണ് നമ്മുടെ ഫ്ലാറ്റ് ഉള്ളത്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. ഉദ്ദേശിക്കുന്ന വില 1,10,00,000 രൂപയാണ്. പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.